വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടീസിന് എന്ത് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് രാവിലത്തെ പൂരി മാവ് ബാക്കി വന്നത് ഓർമ്മ വന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും പല്ലട തന്നെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. അപ്പം കുട്ടീസിനത് വളരെ ഇഷ്ടമാണ്, അവർ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് നമുക്ക് പല്ലട തന്നെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ രാവിലെ തന്നെ കഷ്ടപ്പെട്ട് കുഴച്ച് വെച്ച നമ്മുടെ പൂരിമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം നാളികേരം വേണം. നമുക്ക് പിന്നെ പഞ്ചസാരയാണ് വേണ്ടത്, അത് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ഒരു 4 ഏലക്കായ പൊടിച്ചത്. നമുക്കിനി നമ്മുടെ അടയുടെ ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ആ ഒരു നാളികേരത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ പൊടിച്ച് വെച്ച ഏലക്കായും ചേർത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നാളികേരം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ ഏലക്കായൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആ ഒരു നാളികേരത്തിലേക്ക് പിടിക്കുന്നത് വരെ മിക്സ് ചെയ്യാം. നമ്മൾ പൂരിമാവ് ഇനി നമുക്ക് ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ നമ്മൾ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. നമ്മുടെ മാവൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണ പുരട്ടിയിട്ട് നമ്മുടെ ഓരോ പൂരി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമുക്ക് ഈ ഒരു പൂരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2 വശവും ചേർത്ത് ഒട്ടിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അരിക് നമുക്ക് ചെറിയ രീതിയിൽ മടക്കി ഉണ്ടാക്കി കൊടുക്കാം. അതുകൊണ്ടാണ് ഇതിനൊരു പല്ലട എന്നുള്ള പേര് വന്നത്. നമുക്ക് ആ ഒരു ഇതിൽ കുഞ്ഞാക്കി നല്ല രീതിയിൽ തന്നെ മടക്കി കൊടുക്കാം. തീരെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫില്ലിങ് പുറത്തേക്ക് വന്നിട്ട് ആ എണ്ണയിൽ മൊത്തം ഫില്ലിങ് ആവും. അപ്പം നമുക്കിനി അത് റെഡിയാക്കാം. അപ്പം നമുക്കിനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു അടേൻ്റെത് വറുത്ത് കോരാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കത് നേരെ ഇതിലേക്ക് ഇടാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു അട ഇതിലേക്കിട്ട് വറുത്തെടുക്കുകയാണ്. നല്ല രീതിക്ക് തന്നെ തിരിച്ചു മറിച്ചിട്ട് വറുത്തെടുക്കണം. ഒരു വശം നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പം തിരിച്ചിട്ട് 2 വശവും നമ്മൾ വറുത്തെടുക്കണം. പാകമായതിനു ശേഷം നമുക്കത് കോരി മാറ്റാം. നമുക്കത് കോരി മാറ്റിയിട്ട് എണ്ണ വാർന്നു പോകാൻ വയ്ക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത പല്ലട ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പല്ലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കൂടെ കാണാം.